ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ. അതും സിംഗിളും പിന്നെ ബുഷി പോട്ടുള്ള പ്ലാന്റുകളാണ് നമ്മളിന്ന് ഇട്ടിരിക്കുന്നത്. കാരണം എല്ലാതും നമുക്ക് ഒത്തിരി ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു, കുറച്ച് നമ്മൾ കൊടുത്തിരുന്നു കുറച്ചധികം പ്ലാന്റ്സുകൾ. അപ്പോൾ അതുപോലെ തന്നെയുള്ള പ്ലാന്റ്സാണ്, അതുകൊണ്ട് അധികം നമുക്ക് ഉണ്ടാവില്ല. മിക്ക പ്ലാന്റുകളും 2 എണ്ണം 3 എണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം അങ്ങനെയൊക്കെ നമുക്ക് അവൈലബിൾ ഉള്ളൂ. കാരണം ഇരുന്നിരുന്ന പ്ലാന്റ്സാണ്, നമുക്കിപ്പോൾ വെക്കാനായിട്ട് സ്ഥലക്കുറവ് കാരണം നമ്മൾ കൊടുക്കുന്നതാണ്. പിന്നെ ഈ മഴ സമയത്ത് നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുമ്പോഴേ കംപ്ലയിൻറ്റ്സ് വരും പെട്ടെന്നേ. അപ്പോൾ ഇന്നിപ്പോൾ ഉള്ള പ്ലാന്റുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോന്നും എത്ര എണ്ണം ഉണ്ടെന്നും ഞാൻ കൂടെ പറഞ്ഞു പോവാം. അപ്പോൾ വേണം എന്നുള്ളൊരു ഫസ്റ്റ് പറഞ്ഞോളൂ, കാരണം അധികം ഒന്നുമില്ല. ചില വെറൈറ്റികൾ ഒരെണ്ണം 2 എണ്ണം ഒക്കെ കാണുള്ളേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഗ്രീൻ ലക്കാച്ചി ഇല്ലേ, അതിൻ്റെ വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഇത് കടയൊക്കെ കണ്ടു, ഞാൻ നന്നായി താഴ്ത്തിയാണ് പോട്ട് ചെയ്തേക്കണത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഗ്രീൻ ലഗാജിയാണിത്. ഇതിന് റേറ്റ് വന്നിട്ട് 230 രൂപയാണ് കേട്ടോ. മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിൽ കാണുന്ന സെയിം സൈസ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് 2 പ്ലാന്റ് അങ്ങോട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ, എക്സ്ട്രാ ഇല്ല കേട്ടോ. ഇതേ സൈസിലുള്ള 2 പ്ലാന്റ് നമുക്ക് അത്രേ ഉള്ളൂ. പിന്നെ വന്നിട്ട് റൂബി ബാത്തിക്കാണ് കേട്ടോ. ബാത്തിക്കിൻ്റെ ഈ സൈസുള്ള 2 പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. 2 ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 130 രൂപയാണ് കേട്ടോ. 2 എണ്ണം നമുക്ക് അവൈലബിൾ ഉള്ളൂ. ഇതാണ് സെയിം സൈസ് കേട്ടോ. പിന്നെ നമുക്കുള്ളത് കോബ്ര കേട്ടോ. കോബ്രയുടെ ഈ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ, എക്സ്ട്രാ ഇല്ല. ഇതിൽ കാണുന്ന ഈ സൈസ്. ഇതിന് റേറ്റ് വന്നിട്ട് 200 രൂപയാണ് കേട്ടോ. ഇത് ഒരെണ്ണേ ഉള്ളൂ, ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. പിന്നെ വന്നിട്ട് ഇത് കേട്ടോ, ഇത് പനാമ, റെഡ് പനാമ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 190 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്. ഈ 2 പ്ലാന്റാണ് ഉള്ളത്. 2നും സെയിം റേറ്റാണ്, കാരണം നമുക്കൊക്കെ ഒരു വിലക്കല്ലേ കിട്ടണം. അപ്പോൾ ഇത് കണ്ട ഇങ്ങനെ ലീഫും ഇങ്ങനെ വെള്ളം നിൽക്കില്ലേ, വെള്ളം നിൽക്കുമ്പോൾ അത് തുടച്ച് കളഞ്ഞോളാം കേട്ടോ. കാരണം മഴ സമയത്ത് എപ്പോഴും ചാറ്റിലടിക്കുമ്പോൾ ലീഫും ഇങ്ങനെ വെള്ളം നിൽക്കുമ്പോൾ ലീഫുകൾക്ക് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതുണ്ടെങ്കിൽ മാക്സിമം തുടച്ച് കളഞ്ഞ് വെക്കാം കേട്ടോ പ്ലാന്റ്സ്. അപ്പോൾ ഇത് നമുക്ക് 2 എണ്ണാണുള്ളത്. 190 രണ്ടിനും റേറ്റ് കേട്ടോ. എക്സ്ട്രാ ഇല്ല കേട്ടോ. ഇതിൽ കാണുന്ന പ്ലാന്റ് തന്നെ ഉള്ളൂ. പിന്നെ നമുക്കുള്ളത് ഈ ഒരു വെറൈറ്റി. ഇത് വന്നിട്ട് ഓറഞ്ച് നൈറ്റ് സ്പാർക്ലിംഗ് ആണ് കേട്ടോ. ഓറഞ്ച് കളറാണ്, ഗ്രീനല്ല, ഓറഞ്ച് കളറാണ്. ലീഫ് റെഡും അല്ല കേട്ടോ. കണ്ടോ, ഒരു ഡാർക്ക് ഓറഞ്ച് കളറാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് വന്നിട്ട് ഇതുപോലെ വരും കേട്ടോ എല്ലാ ലീഫും. അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ ഇതിനകത്തൊരു ഷൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. 3 ലീഫുള്ള ഒരു ഷൂട്ട് ഇതിനകത്ത് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ 2 എണ്ണമാണ് നമുക്കുള്ളത്. ഇതിന് റേറ്റ് വന്നിട്ട് 230 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. 2 ഷൂട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ നമുക്ക് ഇതാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ തന്നെ ഇത് അതിലും വലിയ പ്ലാന്റാണ്. എക്സ്ട്രാ 2 ഷൂട്ടും കൂടി ഉണ്ട് കണ്ടോ. 2 ഷൂട്ട് ഉണ്ട് കേട്ടോ. 3 ലീഫ് വെച്ചുള്ള 2 ഷൂട്ടും ഒരു മദറും ഉണ്ട്. ഇതിന് റേറ്റ് വന്നിട്ട് 250 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. മാക്സിമം കുറഞ്ഞ റേറ്റാണ് കേട്ടോ നമ്മൾ പറയണത്. അപ്പോൾ നമുക്ക് എനിക്കിത് വലിയ പൊടിലേക്കൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള സമയമൊന്നും എനിക്കില്ലാത്തത് കാരണമാണ് കൊടുക്കുന്നത്. പൊതുവേ ഞാനിങ്ങനെ ഷൂട്ടുകൾ വരുന്നത് വലിയ പോട്ടിലേക്ക് വെച്ചിട്ട് പിന്നീട് ഷൂട്ടാകുമ്പോൾ തൈകളൊക്കെ ഇട്ട് കോമ്പിട്ട് കൊടുക്കാറാണ് പതിവ്. കാരണം ഇപ്പം നമ്മൾ കട്ടിങ്സ് വെച്ചതും ഇങ്ങനെ പറിച്ച് വെച്ചൊക്കെ കുറേ ഇരിക്കുന്നുണ്ട്. റൂട്ടിന് വെക്കാൻ നമ്മൾ കുറേ വെച്ചിട്ടുണ്ട് പിടിപ്പിച്ചിട്ട്. അപ്പോൾ റൂട്ടായി വരണമല്ലോ. അപ്പോൾ ഇനി വെക്കാനായിട്ട് നമുക്ക്, ഞാൻ പറയില്ലേ, സ്ഥലത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട് എനിക്ക്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ അധികം കൊടുക്കാറില്ല. അപ്പോൾ ഇത് 2 കേട്ടോ നമുക്ക് ഓറഞ്ച് സ്പാർക്ലിങ്ങിൻ്റെ ഉള്ളത്. ഇതിനകത്ത് 2 ഷൂട്ടും അതിനകത്ത് 3 ഷൂട്ടും കേട്ടോ, ഈ 2 പ്ലാന്റ്. പിന്നെ നമുക്കുള്ളത് ഇതാണ് കേട്ടോ, റോട്ടണ്ടത്തിൻ്റെ ഇങ്ങനെ ഒരു പ്ലാന്റും അതിൻ്റെ കൂടെ ഒരു ലീഫുള്ള പ്ലാന്റ് കേട്ടോ. ഇതിന് 200 രൂപയാണ് റേറ്റ്. കാരണം ഞാൻ വാങ്ങിയ വിലയാണ്, നമുക്ക് വേറെ ഇതിലൊന്നും കുറയ്ക്കാനില്ല. ഇത് ഈ ഒരെണ്ണം തന്നെയുള്ളൂ. ഈ കാണുന്ന പ്ലാന്റ് ഒന്നേ ഉള്ളൂ, സെയിം പ്ലാന്റ്. ഇങ്ങനെ ഒരു ഷൂട്ടും വന്നിട്ടുണ്ട് കേട്ടോ, എക്സ്ട്രാ ഇല്ല നമുക്ക്. പിന്നെ നമുക്കുള്ളത് ഈ ഒരു ലിപ്സ്റ്റിക് വെറൈറ്റി ആണ് കേട്ടോ. ഇത് കാണില്ല, നല്ല കളർ വന്നതാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് ഏകദേശം ഒരു 3 പ്ലാന്റ് നമുക്ക് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 120 രൂപയാണ് കേട്ടോ റേറ്റ്. ഇത് റെഡ് അല്ല കേട്ടോ, റെഡ് ലിപ്സ്റ്റിക്കോ ഓറഞ്ചോ ഒന്നല്ല. ഇതിൻ്റെ പിങ്കറോറി അല്ല, പേര് ഞാൻ മറന്നു, വേറെ ലിപ്സ്റ്റിക്കാണ്. 120 ഇതിൻ്റെ 3 പ്ലാന്റ്. ഇതടക്കം 3 പ്ലാന്റ് അങ്ങനെയാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലാണ്ട് എക്സ്ട്രാ 3 എണ്ണം ഉണ്ട് എന്നല്ല. പിന്നെ നമുക്ക് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് എക്സ്ട്രാ ഇത് കൂടാണ്ട് ഇതേ സൈസുള്ള ഒരു പ്ലാന്റും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അധികം ഇല്ല നമുക്ക്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 220 കേട്ടോ. ഇതേപോലെ നല്ല കളറുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിലുള്ള സെയിം സൈസ് തന്നെ കാണുകയും ചെയ്യും.
ഇത് എക്സ്ട്രാ ഒരെണ്ണേ നമുക്കുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പറയുന്നത് ബ്ലാക്ക് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതാണ് ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ്. ഇതിനകത്ത് 4 or 5 ഒക്കെ ഷൂട്ടുണ്ട് കേട്ടോ. അതേ കണ്ടു, 1 2 3 പിന്നെ 4 5 ഷൂട്ടുണ്ട് കേട്ടോ. മദറും കുട്ടികളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ വീണ്ടും വരുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് ഈ ഒരു പോട്ടുള്ളൂ, എക്സ്ട്രാ ഇല്ല കേട്ടോ. ഈ ഒരു പോട്ട് നമ്മൾ 400 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 4-5 ഷൂട്ടുണ്ട്, എക്സ്ട്രാ വരുന്നുണ്ട്. ഇവിടുന്ന് ഇതിങ്ങനെ തന്നെ പോട്ടിൽ നിന്ന് അയച്ചെടുത്തിട്ടാവും കേട്ടോ പാക്ക് ചെയ്യുക. ഇത് ഒരെണ്ണം, പിന്നെ ഇതുണ്ട്, ഇത് പിന്നെ ഇവിടെ 2 കേട്ടോ. 2 അങ്ങനെ 5 ഷൂട്ട് 6 ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റാണ്. 400 റേറ്റ്, ഒന്നേ ഉള്ളൂ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. മാക്സിമം ഞാനിതിൽ പറഞ്ഞിട്ട് ചില വെറൈറ്റികളൊക്കെ ഒരെണ്ണം, എക്സ്ട്രാ 2 അങ്ങനെയൊക്കെ ഉള്ളൂ, അധികം ഇല്ല. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നവർക്ക് നമ്മൾ കൊടുത്ത് പോവും. പിന്നെ റേറ്റും നമ്മൾ കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇന്നത്തെ പാക്കിങ്ങിൽ എനിക്ക് പറ്റുകയാണെങ്കിൽ ഇന്നത്തെ പാക്കിങ്ങിൽ ഞാൻ അയക്കാം. കാരണം ഇന്നിപ്പോൾ അത്യാവശ്യം പാക്കിംഗ് ഉണ്ട് നമുക്ക്. അപ്പോൾ എനിക്കാണെങ്കിൽ 3 മണി മാക്സിമം 2:15 എനിക്ക് പാക്കിങ് തീർക്കണം. കാരണം മോളെ കൊണ്ടുവരേണ്ട കാരണം എനിക്ക് അതിനുള്ളിൽ തീർത്തിട്ട് വേണം പോകണമെങ്കിൽ അവളെ കൊണ്ടുവരാനായിട്ട് സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിനുള്ളിൽ പറ്റുന്നതേ നമ്മൾ അയക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് എടുത്തോടെ എന്തായാലും അയക്കും. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ഓർഡറുകൾ നമ്മൾ പറ്റുകയാണെങ്കിൽ മാത്രമേ അയക്കൂ. അല്ലാന്നുണ്ടെങ്കിൽ ബുധനാഴ്ച ആവട്ടെ അടുത്ത കൊറിയർ വരുന്നത്. നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ അങ്ങനെയാവും കേട്ടോ പിന്നെ നെക്സ്റ്റ് കൊറിയർ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകം പറയുകയാണ്, മഴ സമയമാണ്, പ്ലാന്റുകൾ ശ്രദ്ധിക്കുക, മാക്സിമം വെള്ളം നനയ്ക്കാണ്ടിരിക്കുക. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റുകൾക്ക് ഞാൻ പ്രത്യേകം പറയാറുള്ളതാണ്, മണ്ണും ചകിരിച്ചോറും മാത്രം ഉപയോഗിക്കുക. വേറെ ഒരു തരത്തിലുള്ള വളങ്ങളൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം നമ്മൾ എങ്ങനെ സൂക്ഷിച്ചാലും ചില വെറൈറ്റികൾ പോവും, അഗ്ലോണിമകൾ. കാരണം അത് എനിക്ക് നല്ല വാങ്ങണം, നിങ്ങൾക്കാണെങ്കിലും എനിക്കറിയാം ചില വെറൈറ്റികൾ നമുക്ക് ഡാമേജ് വന്ന് പോവും. അത് നമ്മൾ ആരും ശ്രദ്ധ കുറവുകൊണ്ടോ ഒന്നുമല്ല. ചില പ്ലാന്റുകൾ ചില സ്ഥലത്ത് പൊരുത്തപ്പെടില്ല. കാരണം ഇപ്പോൾ ഞാൻ എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്കും ധാരാളം പ്ലാന്റ്സ് പോകുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇടയ്ക്കൊക്കെ ഒന്ന് സാഫ് അടിച്ചു കൊടുക്കുക. പിന്നെ മഴ സമയത്ത് ചാറ്റലടിക്കാണ്ട് നോക്കുക ലീഫുകളുമേക്ക്. പിന്നെ കംപ്ലയിൻറ്റ്സ് ഇപ്പോൾ എലപ്പേൻ അതുപോലെ തന്നെ എലപ്പുള്ളിക്കേടൊക്കെയുള്ള പ്ലാന്റുകളുടെ അടുത്തുനിന്ന് വാങ്ങുന്ന പ്ലാന്റുകളോ അല്ലെങ്കിൽ മറ്റു പ്ലാന്റുകളോ ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. പിന്നെ അധികം വെള്ളം നനയ്ക്കാണ്ടിരിക്കുക. പിന്നെ ഈ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് അങ്ങനെയുള്ള വളങ്ങളൊക്കെ മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കുക കേട്ടോ. കാരണം ചില പ്ലാന്റുകൾക്ക് കുഴപ്പമുണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഓൺലൈനായിട്ട് പെട്ടെന്ന് ഓൺലൈനിന്നല്ല, അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ തന്നെ ആ വാങ്ങിയ പ്ലാന്റിന് അപ്പം തന്നെ നമ്മൾ വേറെ പോട്ടി മിക്സ് ഉപയോഗിച്ച് വെക്കരുത്. അല്ലെങ്കിൽ കുറേ പേര് മുട്ടത്തോണ്ട്, എല്ലുപൊടി, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, പൊട്ടാഷ്യം, അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് വെക്കും. അങ്ങനെ തുടക്കി നിങ്ങൾ അങ്ങനെ വെക്കരുതോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടികൾക്ക് പറ്റിയെന്ന് വരില്ല, പെട്ടെന്ന് അതിന് കംപ്ലയിൻറ്റ്സ് വരും ചെടികൾക്ക്. അതുകൊണ്ടാണ്. അപ്പോൾ മാക്സിമം അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പെട്ടെന്ന് അഴുകലും കംപ്ലയിൻറ്റ്സൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വരും. അപ്പോൾ പോട്ടി മിക്സും മാക്സിമം നമ്മുടെ മണ്ണോ മണലോ ചകിരിച്ചോറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.